2022 വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം 55 മില്യൺ ആളുകൾ ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖക്ക് താഴെ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഹൈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്. നമ്മളുടെ ഹെൽത്തിന് ചെലവാക്കുന്ന തുക അത്രത്തോളമുണ്ട്. അത് 55 മില്യൺ ആളുകളെ ദാരിദ്ര്യ രേഖക്ക് താഴേക്ക് തള്ളിവിടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടികിട്ടും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 2019 റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്നത് 2017 810 സ്ത്രീകളുടെ മരണം സംഭവിച്ചു. പ്രധാന കാരണം പ്രസവവുമായി ബന്ധപ്പെട്ട പ്രഗ്നൻസി, ഡെലിവറി റിലേറ്റഡ് റീസൺസ്. അത് നമുക്ക് തടയാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 അതിനകത്ത് പറയുന്നത് ഇന്ത്യയിൽ 57% സ്ത്രീകളും, അതായത് 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾ 57% അനീമിക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എത്രത്തോളം വലുതാണെന്നുള്ളതും അതേപോലെ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും. മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ഞാൻ ഇതിനകത്ത് പറയാൻ കാരണം, ഇന്ത്യയിൽ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിൻ്റെ ചെലവും വളരെ കൂടുതലാണ്. കേരളത്തിൽ ഒരു മരണം നടന്നു വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിനിടയിൽ. ഇന്ത്യയിൽ ഒരു എക്സംപ്ലറി സ്റ്റേറ്റ് ആണ് കേരളം, പ്രത്യേകിച്ച് ഹെൽത്തിൻ്റെ കാര്യത്തിൽ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. കേരള ഈസ് ആൻ എക്സംപ്ലറി സ്റ്റേറ്റ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ദർ ഇസ് നോ ഡൗട്ട്. ആ ഒരു സ്റ്റേറ്റിൽ ഏകദേശം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന് പറയുന്നത് 100% ആണ്. റിപ്പോർട്ട് കേരളത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പുറത്തറിയുന്നത്. മറ്റു പല സ്റ്റേറ്റുകളിലും 60, ഇപ്പോഴും 70% താഴെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഉള്ള സ്റ്റേറ്റുകൾ, റിപ്പോർട്ട് പ്രകാരമുള്ള സ്റ്റേറ്റുകളുണ്ട്. ബീഹാർ പോലുള്ള സ്റ്റേറ്റുകൾ 70% താഴെയാണ് റിപ്പോർട്ടഡ്. അൺറിപ്പോർട്ടഡ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ല. അതിലെത്ര അമ്മമാർക്ക്, എത്ര കുട്ടികൾ മരണപ്പെടുന്നു എന്നുള്ളതും നമ്മളുടെ അടുത്ത് കണക്കുകളില്ല. എന്തുകൊണ്ടാണ്? പ്രൈം റീസൺ എന്താണ്? ചെലവ് കൂടുതലാണ്. ചെലവ് കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാര്യമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട് തന്നെ സെലക്ട് ചെയ്യും, വീട്ടിൽ വെച്ച് പ്രസവിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. പക്ഷേ പ്രസവ സമയത്ത് വരുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഒരു പക്ഷേ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൈ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷനോ വരുമ്പോൾ മെഡിക്കൽ അറ്റൻഷൻ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും അല്ലെങ്കിൽ ഒരാളെയൊക്കെ രക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കും, പക്ഷേ രക്ഷിക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ പ്രധാന കാരണം ഇത് തന്നെയാണ്, കോസ്റ്റ് കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 സ്കീമുകളെ കുറിച്ചാണ്. ഗവൺമെൻറ് സ്കീമുകൾ, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ്. 3 സ്കീംസ് ആണ് there. നമ്മളുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ 0 എത്തിക്കുന്ന, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞോ അറിയാതെയോ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള 3 സ്കീമുകളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്കീം, ഫസ്റ്റ് സ്കീം, പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ. 2016 അത് ലോഞ്ച് ചെയ്തത് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തത്. പ്രധാനമായിട്ടും ANC ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ANC എന്ന് പറഞ്ഞാൽ ആൻറ്റിനേറ്റൽ കെയർ, അതായത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഉള്ള റെഗുലർ ചെക്കപ്പുകൾ, അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഉറപ്പുവരുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് കൃത്യമായിട്ട് നമ്മൾ ഓരോ ട്രിമെസ്റ്ററിലും, പ്രധാനമായിട്ടും 3 ട്രിമെസ്റ്ററിലെങ്കിലും, ഫസ്റ്റ് ട്രിമെസ്റ്റർ, സെക്കൻഡ്, തേർഡ്, ഈ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ എന്തായാലും ഒരു തവണയെങ്കിലും ചെക്കപ്പിന് പോകേണ്ടിയിരിക്കുന്നു, ഡോക്ടറെ കാണേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ആദ്യത്തെ മാസങ്ങളിൽ നമുക്ക് അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം ടാബ്ലറ്റുകൾ, ഇതൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കും. ചെക്കപ്പ്, എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക്സ്, അൾട്രാസൗണ്ട് തുടങ്ങിയ മിനിമം ലെവലിലുള്ള ഡയഗ്നോസ്റ്റിക്സുകളും പ്രൊവൈഡ് ചെയ്യും ഈ പദ്ധതി പ്രകാരം. അപ്പോൾ നമ്മളുടെ റെഗുലർ ചെക്കപ്പിന് പുറമെ ഈ ഒരു സൗകര്യവും കൂടി, ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങൾ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. എല്ലാ മാസവും 9-ാം തീയതി പോയിന്റ് ഓഫ് സർവീസിൽ പോയാൽ നമുക്കിത്, ഈ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പോയിന്റ് ഓഫ് സർവീസ് ഏതാണ്? പോയിന്റ് ഓഫ് സർവീസ് നമ്മളുടെ സബ് സെൻ്ററുകൾ, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ, അതേപോലെ താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ നമുക്ക് പോകാവുന്നതാണ്. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഈ പദ്ധതിയോട് സഹകരിക്കാവുന്നതാണ്. അതിന് പ്രത്യേകം പ്രൊവിഷന്, വളണ്ടിയറിങ്ങിനുള്ള പ്രൊവിഷനുകൾ ഈ പദ്ധതി പ്രകാരമുണ്ട്. അവർക്ക് അവരുടെ സോഷ്യൽ സർവീസ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഏറ്റെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണിത്. അത് PMSMA ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവർക്ക്. അതേപോലെ ബെനിഫിഷ്യറീസിനും ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അറിയാൻ പറ്റും നിയറസ്റ്റ് പോയിന്റ് ഓഫ് സർവീസ് എവിടെയാണ്, സമയം തുടങ്ങിയ കാര്യങ്ങൾ. ഡേറ്റ് നമ്മൾ പറഞ്ഞു, എല്ലാ മാസവും 9-ാം തീയതി. 9-ാം തീയതി പബ്ലിക് ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഈ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുവഴി നമുക്ക് ഈ മെഡിസിൻസ് ഫ്രീ ആയിട്ട് കിട്ടും, ഡയഗ്നോസ്റ്റിക്സ് ഫ്രീ ആണ്,
അതേപോലെ നമുക്കറിയാൻ പറ്റും പൊട്ടൻഷ്യൽ റിസ്ക് ഫാക്ടേഴ്സ് അറിയാൻ പറ്റും. റിസ്ക് ആയിട്ടുള്ള രോഗികളുടെ ഗർഭിണികളുടെ കാർഡിൽ അവർ റെഡ് ടാപ്പ് ഒട്ടിക്കും. അതുവഴി അവർക്ക് പിന്നീടുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസവത്തിന് പോകുന്ന സമയത്ത് അവർക്ക് തിരിച്ചറിയാനാകും എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉള്ളത്, അല്ലെങ്കിൽ റിസ്ക് പ്രഗ്നൻസി ആണോ തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുവഴി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അമ്മമാരുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും. രണ്ടാമത്തെ പദ്ധതി JSSK, ജനനി ശിശു സുരക്ഷാ കാര്യക്രം. കേരളത്തിലെ അമ്മയും കുഞ്ഞും പദ്ധതി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അൺകണ്ടീഷണൽ ആണ്. ഇതിനു മുമ്പൊരു പദ്ധതി ഉണ്ടായിരുന്നു JSY, ജനനി സുരക്ഷാ യോജന, 2005-6, അതായത് NRHM ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അതിനോട് കൂടെ വന്നേ. ആ പദ്ധതിയുടെ ഒരു പ്രത്യേകത അത് കണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ സ്കീമായിരുന്നു. അതായത് ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ഒരു പ്രസവത്തിന് നമുക്ക് അല്ലെങ്കിൽ ബെനിഫിഷ്യറിക്ക് 600 അല്ലെങ്കിൽ 700 രൂപ അക്കൗണ്ടിലേക്ക്, അത് റൂറൽ അർബൻ ഡിഫറൻസിനനുസരിച്ച് 600 അല്ലെങ്കിൽ 700, റൂറൽ ആണെങ്കിൽ 600, അർബൻ ആണെങ്കിൽ 700 ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുന്ന തരത്തിലായിരുന്നു. പക്ഷെ നമുക്കറിയാവുന്നതാണ് ഒരു പ്രസവത്തിന് വരുന്ന ചെലവ് അതിലേക്ക് ഈ പറഞ്ഞ തുക എത്ര കുറവാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് എങ്കിലും ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് വലിയ വിജയമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോ പ്രിയോറിറ്റി സ്റ്റേറ്റ് ആണ്. ഹൈ പ്രിയോറിറ്റി സ്റ്റേറ്റിൽ എല്ലാവർക്കും കിട്ടിയിരുന്നു. ലോ പ്രിയോറിറ്റി സ്റ്റേറ്റിൽ SC/ST മാർജിനലൈസ്ഡ് ആളുകൾക്ക് മാത്രമേ ഈ സ്കീമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും അതിൽ പുറത്താണ്, സ്കീമിന് പുറത്താണ്. JSSK 2011 ഇംപ്ലിമെന്റ് ചെയ്തത് ഓപ്പൺ ടു ആളാണ്, എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. സോഷ്യോ എക്കണോമിക് ബാരിയറുകളൊന്നുമില്ല. ഒറ്റ കണ്ടീഷൻ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കണം. പ്രസവത്തിന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം. എന്തൊക്കെയാണ് ഫ്രീ? മരുന്നുകൾ ഫ്രീ ആണ്, ഡയഗ്നോസ്റ്റിക്സ് ഫ്രീ ആണ്, പ്രസവം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇൻക്ലൂഡിങ് സിസേറിയൻ. ബ്ലഡ് ആവശ്യമാണെങ്കിൽ അത് ഫ്രീ ആണ്. വാഹന സൗകര്യം, അതായത് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ഫ്രീ ആണ്. അതേപോലെ എന്തെങ്കിലും റെഫറൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവിടെ എവിടെയാണോ നിങ്ങൾ ചികിത്സ തരുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ യൂസർ ചാർജുകളൊന്നുമില്ല, കൺസൾട്ടേഷൻ ഒന്നുമില്ല, മറ്റ് രജിസ്ട്രേഷൻ ഫീസുകളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫ്രീ. ഇതേ എൻടൈറ്റിൽമെന്റ് കുട്ടികൾക്കും 1 വയസ്സാകുന്നത് വരെ പ്രസവിച്ച ആ കുട്ടികൾക്കും ഇതേ എൻടൈറ്റിൽമെന്റ് എല്ലാം കിട്ടും. അമ്മമാർക്കുള്ള എല്ലാ എൻടൈറ്റിൽമെന്റും 1 വയസ്സാകുന്നവരെ കുട്ടികൾക്കും ഫ്രീ ആണ്. അതായത് മെഡിസിൻസ്, ഡയഗ്നോസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, നോ യൂസർ ചാർജസ്, നോ കൺസൾട്ടേഷൻ ഫീ, ഇഫ് ബ്ലഡ് ഈസ് റിക്വയർഡ് ദെൻ ഇറ്റ് ഈസ് ഫ്രീ. ഇതൊക്കെ കുട്ടികൾക്കും ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ആ രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു സ്കീമാണ് JSSK. കേരളത്തിൽ 2018 അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലുകൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ചില ഹോസ്പിറ്റലുകളൊക്കെ എക്സംപ്ലറിയാണ്. എക്സംപ്ലറി ഇൻ ദ സെൻസ് ദാറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പാർ വിത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. മൂന്നാമത്തെ പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയും നമുക്ക് അമ്മമാരുടെയും കുട്ടികളുടെയും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചികിത്സ എന്ന് പറയുന്നത് പ്രസവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാരണം അത് ഒരു ഹൗസ് ഹോൾഡിന് 5 ലക്ഷമാണ് ഒരു വർഷത്തിലേക്ക് അനുവദിക്കുന്നത്. ആ 5 ലക്ഷത്തിൽ നിന്ന് നമുക്ക് പ്രസവത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നത്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള, പ്രഗ്നൻസി ഓൾറെഡി കോംപ്ലിക്കേറ്റഡ് ആണ്, സാധ്യത ഉണ്ട് എന്നൊക്കെ തോന്നുന്നവർ ഒരു പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. കാരണം ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എംപാനൽഡ് ആണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ എൻടൈറ്റിൽഡ് ആണോ എന്നുള്ളത് മാത്രം. കാരണം എല്ലാവരും ഈ പദ്ധതിയുടെ ബെനിഫിഷ്യറീസ് അല്ല. അതുകൊണ്ട് എൻടൈറ്റിൽമെന്റ് നോക്കുക. ആരൊക്കെയാണ് എൻടൈറ്റിൽഡ്? 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇതിലെ ബെനിഫിഷ്യറീസ് ആണ്. പോരാത്തതിന് ഒറ്റ മുറി വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഇതിൽ മെമ്പേഴ്സാണ്, അവർ എലിജിബിൾ ആണ്. 16 മുതൽ 59 വയസ്സ് വരെ ഉള്ള ആളുകളില്ലാത്ത, അഡൽട്ട് മെമ്പേഴ്സ് ഇല്ലാത്ത വീട്ടിലുള്ള ആളുകൾ ഇതിലെ അംഗങ്ങളാണ്. എല്ലാ SC/ST ആളുകളും ഇതിൽ അംഗങ്ങളാണ്. അതേപോലെ മാനുവൽ വർക്കേഴ്സ്, അവർക്ക് വീടില്ലാത്ത, ലാൻഡ് ഇല്ലാത്ത മാനുവൽ വർക്കേഴ്സ് ഇതിൽ അംഗങ്ങളാണ്. ഇവരൊക്കെ ഇതിന് എലിജിബിൾ ആണ്. ഈ എലിജിബിലിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്ന അതെപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ടോ, നിങ്ങൾ ഇതിന് പുറത്താണ്. നിങ്ങളുടെ വീട്ടിൽ റെഫ്രിജറേറ്റർ ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ടോ, നിങ്ങൾ പുറത്താണ്. നിങ്ങൾക്ക് 10,000 മുകളിൽ സാലറി ഉണ്ടോ, നിങ്ങൾ പുറത്താണ്. അതേപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ്, 50,000 മുകളിൽ ക്രെഡിറ്റ് ഉള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾ പുറത്താണ്. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സർവീസിൽ പോയിട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പോയിന്റ് ഓഫ് സർവീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും അതേപോലെ തന്നെ എംപാനൽഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം ഇതിന് പ്രത്യേകം കിയോസ്ക് ഉണ്ട്. കേരളത്തിൽ കാസ്പ്, അതായത് കാരുണ്യ പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കാരുണ്യ പദ്ധതിയുടെ കിയോസ്കുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം, അതായത് എംപാനൽഡ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയിട്ട് നിങ്ങൾക്ക്
രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ചെക്ക് ചെയ്യാവുന്നതാണ്. പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും റിഗാർഡ്ലെസ് ഓഫ് ദിയർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് 70 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അവർക്ക് 5 ലക്ഷം അതിൻ്റെ തുക പരിധി ഉയർത്തുമെന്ന് പറഞ്ഞു വരുന്നു. ഏതായാലും ഈ പദ്ധതി അത്രയും നല്ലൊരു പദ്ധതിയാണ്. നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം അത് നമ്മളെ പോക്കറ്റ് സേവ് ചെയ്യുമെന്നുള്ളതാണ്. ആ സേവ് ചെയ്യുന്ന മണി നമുക്ക് വേറെ എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്രൊഡക്റ്റീവായിട്ട്. ഈ 3 പദ്ധതികളും, അതായത് പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ എല്ലാവർക്കും ഉള്ളതാണ്, ഓപ്പൺ ടു ആൾ. JSSK അതും എല്ലാവർക്കും ഉള്ളതാണ്, ഓപ്പൺ ടു ആൾ. പിന്നെ ആയുഷ്മാൻ ഭാരത് PMJ പ്രൈം മിനിസ്റ്റേഴ്സ് ജൻ ആരോഗ്യ യോജന, ഇത് കണ്ടീഷണലാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമുള്ള പദ്ധതിയാണ്. എങ്കിലും നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് ഈ പദ്ധതി ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അവയിൽ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം അവയിൽ ചെയ്യുക. അതുവഴി നമ്മളുടെ ഹോസ്പിറ്റലുകളുടെ നിലവാരം കൂടും, അതേപോലെ തന്നെ സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടും. അത് ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.